നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാറുണ്ടല്ലേ. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 റിലേഷൻഷിപ്സാണ് സ്പൗസും ഇൻലോസും. അതിൽ സ്പൗസിനെക്കാട്ടിലും ഡീൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ഇൻലോസിനെ ഡീൽ ചെയ്യാൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ മദർ ഇൻ ലോ. ഇപ്പം നിങ്ങളുടെ സ്പൗസാണ് നാർസിസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പൗസിനെ വിട്ടുപോകാം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകും, അതോടെ നിങ്ങളുടെ പ്രശ്നം തീർന്നു. പക്ഷേ നിങ്ങളുടെ സ്പൗസ് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുമാണ്. അതേസമയം നിങ്ങളുടെ മദർ ഇൻ ലോ ഒരു നാർസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങൾക്ക് സ്പൗസിനെ വിട്ടു പോകാനും പറ്റില്ല, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്കേപ്പും ഇല്ല. പക്ഷേ നിങ്ങളത് ഹാൻഡിൽ ചെയ്യുകയും വേണം എന്നുള്ളൊരു ഇക്കട്ടായ സിറ്റുവേഷനിൽ നമ്മൾ വന്ന് നിൽക്കും അല്ലേ. ഈ നാർസിസ്റ്റായ ആളുകളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന 2 സ്വഭാവങ്ങളാണ്. അവർ വിക്ടിം പ്ലേയും കളിക്കും, പിന്നെ ഭയങ്കര മാനിപ്പുലേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ അവർ വിശ്വസിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടും തോറും നമുക്ക് നമ്മളോടുള്ള കോൺഫിഡൻസും പോവും. ചിലപ്പോൾ നമ്മളെ വിശ്വസിക്കാത്തത് നമ്മുടെ സ്പൗസ് ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തന്നെ പ്രശ്നത്തിലാവാനും ചാൻസ് ഉണ്ട്. ഇവരെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നാർസിസ്റ്റായ ആളുകളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ശ്രമിക്കരുത്. ഇപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ഒരിക്കലും അവരോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അതോ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാനോ നിൽക്കരുത്. കാരണം അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. അത് അവർ നേരെ മാനിപ്പുലേറ്റ് ചെയ്ത് വിക്ടിം പ്ലേയും കളിക്കും. അപ്പം നാർസിസ്റ്റ് ആണ് ഒരാൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക, മെല്ലെ മാറുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു നാർസിസ്റ്റിക് സപ്ലൈ ആവാതിരിക്കുക. എന്താണ് ഈ നാർസിസ്റ്റിക് സപ്ലൈ? അനാവശ്യമായി സംസാരിച്ച് ടയേർഡ് ആവാതിരിക്കുക. അതായത് ഒരു കാര്യത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. രണ്ടാമതായി നമ്മൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ആ നാർസിസ്റ്റായ ആളുകളെ എടുത്ത് മാറ്റുക. എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് കാരണം അവർക്ക് ബുദ്ധിമുട്ട് വരുമോ, അവരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തകൾ ഒഴിവാക്കുക. നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിൽക്കാതിരിക്കുക. അവരൊരിക്കലും സാറ്റിസ്ഫൈ ആവാനും പോണില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുറ്റപ്പെടുത്തൽ വരും എന്ന തിരിച്ചറിവോടെ പെരുമാറുക. പിന്നെ ഒരിക്കലും നമ്മൾ പെരുമാറുന്നത് വെച്ച് ഒരു ഗിൽട്ട് ഫീൽ ചെയ്യാതിരിക്കുക. ഞാനിത് ചെയ്തു, അയ്യോ ഞാൻ അവരെ പോയി കണ്ടില്ല, ഞാൻ അവരോട് സംസാരിക്കുന്നില്ല, ഇത് തെറ്റല്ലേ എന്നുള്ള ചിന്തകൾ ആദ്യം എടുത്തു മാറ്റുക. നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ സ്പൗസുമായി മാക്സിമം അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളെല്ലാം അപ്പപ്പോഴും പറഞ്ഞു പോവുക. ഒരു ഗ്യാപ്പില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സ്പൗസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളലായി മാറാതിരിക്കാൻ ശ്രമിക്കുക. സെൽഫ് കൺവിക്ഷൻ ഉള്ള കാര്യങ്ങളിൽ സൊസൈറ്റിയെ പേടിക്കാതിരിക്കുക. ഞാൻ മാറി നിന്നാൽ മറ്റുള്ളവർ എന്തു പറയുന്നുള്ള ചിന്ത ആദ്യം എടുത്തു മാറ്റി സ്വന്തം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുക.